ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാച്ചപ്പനെയും കൂട്ടരെയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞതാണ് ഈ കേസ് നമ്മൾ ജയിക്കാൻ കാരണം. ഹാജരാക്കിയാൽ മാത്രം പോരാ, അവര് കോടതിയിൽ കുറ്റം ഏറ്റു പറയുകയും വേണം. അതിന് രണ്ടിനും അവർ തയ്യാറായത് ശാലിനിയുടെ മുഷ്ടിയുടെ ചൂടാ. കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ വേറൊന്നും ബോധിപ്പിക്കില്ല. നിങ്ങൾ 3 പേരിൽ വേലായുധനെ കുത്തിയതാരാ? സത്യം സത്യസന്ധമായി കോടതിക്ക് മുമ്പിൽ ബോധിപ്പിച്ച കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം കുറയും. നിങ്ങളിൽ ആരാ വേലായുധനെ കുത്തിയത്? ഞാനാ. എന്തിനായിരുന്നു കുത്തിയത്? എന്തിനാണ് കുത്തിയതെന്നാ ചോദിച്ചത്? എനിക്ക് വേലായുധം കുറച്ച് പണം തരാനുണ്ടായിരുന്നു. എനിക്ക് തരാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ നിന്ന് പണം വാങ്ങി. എന്നിട്ട് എനിക്കത് തരാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ എന്റെ കടം വീട്ടാതെ മകളുടെ കല്യാണം നടത്താൻ പോവാണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അവൻ നല്ല രീതിയിൽ കല്യാണം കൂടണ്ടെന്ന് കരുതി തന്നെ കുത്താൻ ആളിട്ടത്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഇവർ 3 പേരും ബോധിപ്പിച്ച കാര്യങ്ങൾ സത്യമാണ്. തന്നെ കുത്തിയത് വിഷ്ണുവല്ല, വിഷ്ണുവാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മൊഴി കൊടുക്കേണ്ടി വന്നത് എന്ന വേലായുധന്റെ മൊഴിയുടെ പകർപ്പാണ് മീലോഡ്. തെളിവുകളും യഥാർത്ഥ മൊഴികളും പരിശോധിച്ച് എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയുവാനോ ബോധിപ്പിക്കാനോ ഉണ്ടോ? ഇനി എന്ത് ചോദിക്കാനും പറയാനുമാണ് യുവർ ഓണർ. പണത്തിനും ഇതേ പരുന്തും പറക്കില്ലെന്ന് എന്റെ സഹപ്രവർത്തകൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്നാലും 1-2 ചോദ്യങ്ങൾ കുറ്റമേറ്റു നിൽക്കുന്ന ഇവരോട് എനിക്ക് ചോദിക്കാനുണ്ട്. എത്ര കാശ് കിട്ടി ഇതിങ്ങനെ ഏറ്റതിന്? ചോദിച്ചത് കേട്ടില്ലേ? കുറ്റം ഇങ്ങനെ ഏറ്റതിന് എത്ര കാശ് കിട്ടിയെന്ന്. ഞങ്ങൾ കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് വെച്ചാ. അത് ശരി, ഗുണ്ടാ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നന്മയുടെ പാത സ്വീകരിച്ചിരിക്കുകയാണല്ലേ? അതോ വിഷ്ണുവിന്റെ ആൾക്കാർ കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തിയോ? കൊല്ലും കൊല്ലായിട്ട് നടക്കുന്നവർക്ക് ജീവനിൽ വലിയ കൊതിയൊന്നും ഉണ്ടാവില്ലെന്ന് സാറിന് അറിയാലോ. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരാണെങ്കിലും ചെറിയൊരു മനസ്സാക്ഷി ഞങ്ങൾക്കുണ്ട് സാറേ. അതൊന്ന് അറിയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ഉപയോഗിച്ചെന്ന് മാത്രം. എന്നാലും ആരെങ്കിലും ഭയപ്പെടുത്തി പറഞ്ഞതാണെന്ന് സമ്മതിച്ചു തരില്ലല്ലേ? യുവർ ഓണർ, വിഷ്ണു നിരപരാധിയാണെന്ന് കുറ്റം ചെയ്തവർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഈ മനസ്സ് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേലായുധനെ കുത്തിയത് ചാച്ചപ്പനും ബെൻസണും പീറ്ററും ചേർന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഈ പറഞ്ഞ 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവാകുന്നു. വിഷ്ണു കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ വിഷ്ണുവിനെ നിരുപാധികം വിട്ടയക്കുന്നു. കേസ് ജയിക്കുമ്പോൾ ഞാൻ അങ്ങനെ അതിര് കടന്ന് സന്തോഷിക്കാറില്ല സർ. കാരണം
എന്റെ വിജയത്തിന് എന്റെ പ്രയത്നം മാത്രമല്ല, നിങ്ങളുടെ പ്രയത്നത്തിന്റെ പോരായ്മ കൂടി ചേരുമ്പോഴേ എന്റെ വിജയമാവും. ആ പോരായ്മ പരിഹരിച്ചു മുന്നേറാൻ ഭാഗ്യമെന്ന 2 അക്ഷരം കൂടി വേണം. അടുത്ത കേസിൽ അങ്ങനെയൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എതിർഭാഗം വക്കീൽ ഞാനല്ലെങ്കിൽ. ഇതിപ്പോ 2ാമത്തെ തവണയാണ് എനിക്ക് രക്ഷകനായിട്ട് വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് തരണ്ട. അതിന്റെ ആളെ ദേ ഈ നിൽക്കുന്ന ആളാ. വിശ്വാസാവുന്നില്ലേ? ചാച്ചപ്പനെയും കൂട്ടരെയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞതാണ് ഈ കേസ് നമ്മൾ ജയിക്കാൻ കാരണം. ഹാജരാക്കിയാൽ മാത്രം പോരാ, അവര് കോടതിയിൽ കുറ്റം ഏറ്റു പറയുകയും വേണം. അതിന് രണ്ടിനും അവര് തയ്യാറായത് ശാലിനിയുടെ മുഷ്ടിയുടെ ചൂടാ. മുഷ്ടിയുടെ ചൂടോ? എനിക്ക് മനസ്സിലായില്ല. അതെ, വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞ് ശാലിനിയുടെ മുന്നിലേക്കൊന്നും ചെന്നേക്കല്ലേ. എടുത്തൊടുത്ത് ഭിത്തിയിൽ തേച്ച് കളയും. എടോ, എന്തുകൊണ്ടേ ഇയാൾ ഈ കേസ് വാദിക്കുന്ന പോലെ സംസാരിക്കുള്ളൂ, സസ്പെൻസ് പൊട്ടിക്കില്ല. ഇയാള് കാര്യം പറയാം, എന്തുകൊണ്ടേ? ചെറിയൊരടിയൊക്കെ ഞാൻ നടത്തി. അടിയോ? എവിടെ എവിടെ? ഭാര്യയുടെ ആങ്ങളെ അളിയനെന്ന് തന്നെ വിളിക്കേണ്ടത്. പക്ഷേ വിളിച്ച് ശീലിച്ചതുപോലെ തന്നെ വിളിക്കാം. എന്റെ വിഷ്ണു മാർക്കറ്റിനകത്തേക്ക് കയറി ചാച്ചപ്പന്റെ തട്ടകത്ത് ചെന്ന് ചാച്ചപ്പനെയും ഗുണ്ടകളെയും കളക്ടർ അടിച്ചിട്ടിട്ടാ കോടതിയിൽ ഹാജരാക്കിയത്. എടോ, ശരിക്കുണ്ടായി അങ്ങനെയൊക്കെ? എന്റെ വിഷ്ണു ശാലിനിയുടെ അടി കൊണ്ട് വരണ്ടു പോയ ചാച്ചപ്പനും ഗുണ്ടകളും ഇനി ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, എവിടെ വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാന്ന് താണ് വീണ് കേണ് പറയുമായിരുന്നു. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്ന് കവി പാടിയിരിക്കുന്നത് വെറുതെയൊന്നുമല്ല. വിഷ്ണു കാണിച്ചിട്ടുള്ള പവറൊക്കെ ഈ ശാലിനിയിലേക്ക് ആവാഹിച്ച് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഉണർവ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇതെന്താ? മുഖത്തുണ്ടല്ലോ. അല്ല, 1-2 തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതൊക്കെ സ്വാഭാവികം. ഭർത്താവിന് വേണ്ടി അതെല്ലാം സഹിക്കുന്ന ഉത്തമയായ ഒരു ഭാര്യയാണ് ശാലിനി. അത് ശാലിനി തെളിയിച്ചും കഴിഞ്ഞു. ജാനിസി റാണിക്ക് കിട്ടിയ നല്ല കടുപ്പത്തിൽ തന്നെയാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കളക്ടർ പണി പോയല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി കുണ്ടാപ്പണി എടുത്തിട്ടാണെങ്കിൽ ജീവിക്കും.